അന്നാമ്മച്ചേടത്തിയല്ലേ, പിന്നെ മാലയൊക്കെ പുറത്തിട്ടാ വരും. അതെ, എത്ര പവന്റെ മാല ചേട്ടാ? 4 പവന്റെ മാല. മാതാവേ, എവിടെ നീ 4 പവന്റെ മാല? ആണോ? എത്രയായി? പിള്ളേരൊക്കെ എന്നാ വരുന്നേ അങ്ങ് വെളിയെന്നാ? ഒന്നും ചെയ്യാനാണ്, പിള്ളേർക്ക് അവിടെ ഭയങ്കര തിരക്കാണെന്ന്. ചെയ്യാനാണോ? അവരെന്നാ വാങ്ങിച്ചോണ്ടൊക്കെ വരുന്നേ? എന്നാ കിട്ടാനാ? ഓ, എന്തൊക്കെ വാങ്ങിച്ചു തരാം വയസ്സായെന്ന് പറഞ്ഞാലും. മാലയൊക്കെ പുറത്തിട്ടെ, നല്ലൊരു കാണട്ടെ. സാരിയൊക്കെ ഒന്ന് ശരിയാവട്ടെ. കസവൊക്കെ കാണുന്ന പോലെ ഇല്ല. അത് തന്നെ. എന്നാ ചെയ്യാനാണെന്ന് പറ. എന്നാലും അന്നമ്മച്ചേട്ടത്തി വീട്ടിൽ ഇത്രയും നല്ല സാരിയൊക്കെ കൊടുത്താ നടക്കുന്നല്ലേ? പിന്നെ വെളിയിലപ്പ ഇതിനേക്കാൾ എന്തായിരിക്കും? അതെ, അതാ ഞാനും ആലോചിക്കുന്നത്, വെളിയിലൊക്കെ പോകുമ്പോ എന്നെ ഇടുവെന്ന്. അടുത്ത ആഴ്ച ഒരു ഫംഗ്ഷൻ ഇല്ലേ, 14-ാം തീയതി? അതിന് വരുവല്ലേ? അപ്പൊ കാണാലോ അന്നമ്മച്ചേട്ടത്തി ഒരുങ്ങിയൊക്കെ വരുന്നേ. എനിക്ക് മേല. ചെറുക്കന്മാർക്കൊന്നും വേറെ പണിയില്ല. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം എങ്ങനെയാന്നേ, വണ്ടികളൊക്കെ ഇങ്ങനെ പിന്നെ എന്താ 2 ടയർ ഫ്രണ്ടിലും ബാക്കിലും പിന്നെ ഇങ്ങനെ ഹാൻഡിലും ഒക്കെ പിടിച്ചോണ്ട് പോകുന്നേ, ആ സംഭവം അതെന്നാ? 2 ടയർ? ഓ, സൈക്കിളോ? അതിപ്പോഴത്തെ ഈ കുഞ്ഞു പിള്ളേരൊക്കെ സൈക്കിൾ ഓടിച്ചല്ലേ നടക്കുന്നേ. ഓ, നമ്മൾ ഈ വയസ്സായ കാലത്തൊന്നും സൈക്കിളൊന്നും ഓടിച്ചു, പിന്നെ അതല്ലേ ഇപ്പോഴത്തെ ഓടി. പിന്നെ അനാമച്ചേട്ടത്തി എന്നാ വീട്ടിലെ പണി? ഓ, എന്നാ പണിയിരിക്കുന്നു. വീട്ടില് കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുന്നേ? ഒരു വേലക്കാരത്തിന് അവളെ കൊണ്ട് എന്നാ ശല്യമാണോ? ആണോ? ഒന്നും ചെയ്യുവല്ലേ, പണിയൊന്നും ചെയ്യുവല്ലേ? ഓ, ഫുൾ ടൈം കുത്തിക്കൊണ്ടിരിക്കും ഫോണേലോ? അതൊന്നും പറയുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിലൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടോ പുതിയ ആളെ? നോക്കുന്നൊക്കെ കിട്ടിയില്ലേ? അനാമച്ചേട്ടത്തി പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലാരും തന്നെ അങ്ങനെ, പിന്നെ അവള് വല്ലപ്പോഴും ഒക്കെ വരും. ആണല്ലേ? ഒറ്റയ്ക്കിരുന്ന മടുപ്പാണോ? ഇടയ്ക്കൊക്കെ വെളിയിറങ്ങും. ഇതുപോലെ ആരെങ്കിലും കാണാനൊക്കെ അല്ലേ? സമയം പോവണ്ടേ? ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടോ ഇപ്പൊ? ഷുഗറുണ്ട്. അപ്പൊ മധുരമുള്ളതൊന്നും തിന്നാൻ പറ്റത്തില്ലേ? ഓ, തിന്നണമെന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ കഷ്ടമാണെന്ന് എങ്ങനെയാണോ വരുന്നത്? ഗുളികയൊക്കെ കഴിക്കുന്നുണ്ടോ? ഉള്ള ഗുളിക എല്ലാം കൂടെ വായിക്കാത്തോട്ട് കഴിക്കും. എത്ര ഗുളിക ഉണ്ട് ഒരു ദിവസം? 2, 3, 4 ഉണ്ട്. ഇത്ര ഉണ്ടല്ലേ? നടുവേദനയൊക്കെ ആയോ ഇപ്പൊ? അതൊക്കെ എന്നാ ചെയ്യാനാണ്, എല്ലാം ഊരങ്ങ്. ഒരു സ്റ്റൈലിസ്റ്റിനെ നിർത്താറുണ്ട് കുടിപ്പിച്ചു തരാൻ. പിന്നെ ഈ വയസ്സാങ്കാലത്ത് എങ്ങനെയൊക്കെ ഉടുത്താലും ആരും നോക്കാൻ പറ്റില്ല. ഇതൊക്കെ അറിയും സെലക്ഷൻ. നല്ല സാരി എനിക്ക് ഇഷ്ടപ്പെട്ട്. പോയി ഇതെവിടെ ജോളി സിൽക്സ് മേടിച്ചത്. ആണോ? അമ്മച്ചി തന്നെ പോയി എടുത്തതാണോ അതോ പിള്ളേര് വാങ്ങിച്ചു തന്നാണോ? പിള്ളേർ ഇവിടെ നിന്നും ഇല്ലല്ലോ. അല്ല, അയച്ചു തന്നാണോന്ന്? അമ്മച്ചി ഇരുന്ന് സംസാരിക്കും. അമ്മച്ചിക്ക് അപ്പച്ചനെ കണ്ടപ്പോ നാണോ?